Good morning, students. ഇന്നത്തെ നമ്മുടെ ക്ലാസ് റിഫ്രാക്ഷൻ ബൈ ലെൻസ് ആണ്. ഡയഗ്രാം നോക്കുക. സ്പെറിക്കൽ സർഫസ് ആദ്യം വരയ്ക്കുന്നു. സ്പെറിക്കൽ സർഫസിൽ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചിട്ടുണ്ട്. പ്രിൻസിപ്പൽ ആക്സിസിൻ്റെ മുകളിൽ ഒരു പോയിൻ്റ് ഒബ്ജക്റ്റ് O പ്ലേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പോയിൻ്റ് ഒബ്ജക്റ്റിൽ നിന്നും ഒരു റേ സ്പെറിക്കൽ സർഫസ് N എന്ന പോയിന്റിൽ മീറ്റ് ചെയ്യുന്നുണ്ട്. അതിന് റിഫ്രാക്ഷൻ നടന്ന് ബെൻഡ് ചെയ്യുന്നുണ്ട്. അതിന് ഇമേജ് പ്രിൻസിപ്പൽ ആക്സിസിൽ I എന്നുള്ള പോയിന്റിൽ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ മീറ്റിംഗ് പോയിന്റിലൂടെ സർഫസിന് നോർമൽ വരയ്ക്കുന്നു. ആ വരയ്ക്കുന്ന നോർമൽ പ്രിൻസിപ്പൽ ആക്സിസിൽ നമുക്ക് പഠിച്ചതാണ്. നമ്മൾ സെൻറ്റർ ഓഫ് കർവേച്ചറിലാണത് മീറ്റ് ചെയ്യുക. ഓക്കെ, ഇനി അതിന് ശേഷം നോർമൽ വരച്ചതിന് ശേഷം നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ I, അതുപോലെ നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ R, അതുപോലെ ഒബ്ജക്റ്റും പോളും തമ്മിലുള്ള ഡിസ്റ്റൻസ് U ആണ്. അതുപോലെ പോളും ഇമേജും തമ്മിലുള്ള ഡിസ്റ്റൻസ് V യും മാർക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ ഈ റേ ഡയഗ്രത്തിൻ്റെ അകത്തുനിന്ന് 3 ആംഗിൾ കണ്ടുപിടിക്കുക. അതായത് ടാൻ ഓഫ് ആംഗിൾ NOM ഈക്വൽ ടു NOM നോക്കുക, NOM. അപ്പോൾ ടാൻ ഓഫ് അഡ്ജസൻറ്റ് സൈഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ്. ഇവിടെ NOM നോക്കുമ്പം അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് NM ആണ്, അഡ്ജസൻറ്റ് സൈഡ് OM. അപ്പോൾ MN/OM ആണ് ടാൻ ഓഫ് ആംഗിൾ NOM. സിമിലർലി ടാൻ NCM ഈക്വൽ ടു MN/MC. ടാൻ NIM ഈസ് ഈക്വൽ ടു MN/MI. അതിനുശേഷം നിങ്ങൾ ട്രയാങ്കിള് NOC നോക്കുക. ട്രയാങ്കിൾ NOC നോക്കുക. NOC ആ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യുമ്പം I എന്ന് പറഞ്ഞത് ഈ I എന്ന്, അതായത് ആംഗിൾ I ഈസ് ഈക്വൽ ടു സം ഓഫ് ദി ഇൻറ്റീരിയർ ആംഗിൾസ് ആണ്. I ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ്. Therefore I is equal to angle NOM plus angle NCM. അപ്പോൾ നേരത്തെ നമ്മൾ ടാൻ ഓഫ് NOM കണ്ടുപിടിച്ചിട്ടുണ്ട്, ടാൻ ഓഫ് NCM കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളൊരു ചെറിയ അപ്രോക്സിമേഷൻ എടുക്കുന്നുണ്ട്. ടാൻ തീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ടാൻ ഓഫ് NOMന് പകരം ആംഗിൾ NOM എന്ന് എഴുതാലോ. അപ്പോൾ ആംഗിൾ NOMന് പകരം MN/OM എന്ന് എഴുതാലോ. അങ്ങനെ അതുപോലെ ആംഗിൾ NOMന് പകരം MN/OM-ഉം ആംഗിൾ NCMന് പകരം MN/MC-യും എഴുതുന്നുണ്ട്. അതേപോലെ തന്നെ എന്തെഴുതാം? R is equal to ആംഗിൾ NCM മൈനസ് ആംഗിൾ NIM. അത് എഴുതാനുള്ള കാരണം ഡയഗ്രം നോക്കിയാൽ മതി. R പ്ലസ് ആംഗിൾ NIM ഈസ് ഈക്വൽ ടു ആംഗിൾ NCM. Therefore R ഈക്വൽ ടു ആംഗിൾ NCM മൈനസ് ആംഗിൾ NIM. മുകളിൽ കിട്ടിയിട്ടുണ്ട് ആംഗിൾ NCM ഈസ് ഈക്വൽ ടു MN/MC മൈനസ് NIMന് പകരം MN/MI. ഓക്കെ, ഇനി നമുക്ക് സ്നെൽസ് ലോ അപ്ലൈ ചെയ്യണം. സ്നെൽസ് ലോ നമ്മൾ പഠിച്ചതാണ്. sin I/sin R is equal to N2/N1. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. N1 ഇങ്ങോട്ടേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താവും? N1 sin I is equal to N2 sin R. ഇനി നമുക്ക് പഠിച്ചതാണ്, ഫസ്റ്റ് ഇയറിലൊക്കെ പഠിച്ചതാണ്. അപ്രോക്സിമേഷൻ അറിയാം. sin I അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു I. സിമിലർലി sin R അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു R. Therefore N1I is equal to N2R.
അപ്പോൾ N1 പകരം അപ്പോൾ ഐക്ക് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? Mn/OM പ്ലസ് Mn/MC ഈക്വൽ ടു N2 ഇൻറ്റു R പകരം നേരത്തെ കിട്ടിയിട്ടുണ്ട് Mn/MC മൈനസ് Mn/Mi. അതിനുശേഷം എക്സ്പാൻഡ് ചെയ്യുന്നു. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പം ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എക്സ്പാൻഷൻ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യുക? ഇവിടെ എല്ലായിടത്തും M എന്നുള്ളത് കോമൺ ഫാക്ടറാണ്. അപ്പോൾ അത് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ ബാക്കിയുള്ളത് ഇനി എക്സ്പാൻഡ് ചെയ്യുക. അപ്പോൾ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നു N1/OM. ഇനി നോക്കൂ, ഇവിടെയുള്ള ഒരു മൈനസ് ടേം ഉണ്ട്. ഇവിടെയുള്ള മൈനസ് ടേം എന്ന് പറഞ്ഞാൽ N2/Mi അതിനിപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ എന്താവും? പ്ലസ് N2/Mi ഈക്വൽ ടു ഇപ്പുറത്ത് എന്താ ഓൾറെഡി ഉള്ളത്? 1/MC. അപ്പോൾ N2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ N2/MC. ഇനി ഇവിടെയുള്ള N1 ടേം അപ്പുറത്തേക്ക് എടുക്കുന്നു. അപ്പോൾ മൈനസ് N1/MC. ഇനി നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യുമ്പം OM മൈനസ് U ആണ്, MI പ്ലസ് V വരും, MC Rഉം വരും. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എന്ത് വരും നോക്കിക്കോ? N1/-U പ്ലസ് N2/V ഇസ് ഈക്വൽ ടു, ഇവിടെ MC കോമൺ ആണ്, അപ്പോൾ ഒറ്റയടിക്ക് എഴുതാം N2 മൈനസ് N1/MC R ആണ്. അപ്പോൾ ബൈ R. Therefore we can write, ഇതിനെ ഫസ്റ്റ് ടേം ആക്കിയിട്ട് എഴുതാം. പോസിറ്റീവ് വരുന്നതിനെ ഫസ്റ്റ് ടേം ആക്കുന്നു. N2/V മൈനസ് N1/U ഈക്വൽ ടു N2 മൈനസ് N1/R. And this equation is valid for any curved spherical surface. അത് കോൺകേവ് ആയാലും കോൺവെക്സ് spherical surface ആയാലും ഈ ഇക്വേഷൻ വാലിഡ് ആണ്. ഇനി നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത് വെച്ച ഫോർമുല യൂസ് ചെയ്തിട്ട് ഒരു പ്രോബ്ലം ചെയ്യാനാണ്. പ്രോബ്ലം വായിച്ച് നോക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് നോക്കുക. Light from a point source in air falls on a spherical glass surface. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് തന്നിട്ടുണ്ട് n ഈക്വൽ ടു 1.5 ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ 20 cm. The distance of the light source from the glass surface is 100 cm. At what position the image is formed? അപ്പോൾ ഇമേജിൻ്റെ പൊസിഷൻ എവിടെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓൺ ദ സ്പോട്ട് നമുക്ക് ഓർക്കാം, ഇമേജിൻ്റെ പൊസിഷൻ V കണ്ടുപിടിക്കണം. V എന്ന് എഴുതിയിട്ട് ക്വസ്റ്റ്യൻ മാർക്ക് ചെയ്യാം. നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം ഞാൻ ഇതിവിടെ വരച്ച് കാണിച്ചതുപോലെ റഫായിട്ട് ഒരു ഡയഗ്രാം വരച്ച് നോക്കുക. എന്തിനാണ് വരയ്ക്കുന്നതെന്ന് ചോദിച്ചാൽ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് യൂസ്ഫുള്ളാണ്. നമ്മൾ മിറർ ഇക്വേഷൻ ഡിറൈവ് ചെയ്തപ്പോൾ പറഞ്ഞതാണ്. അതുപോലെ മിററിൻ്റെ കേസിലൊക്കെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്യാൻ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അതൊന്ന് ഓർക്കുക. അപ്പോൾ ക്വസ്റ്റ്യൻ നമുക്ക് എഴുതാം. U = -100 cm, R = +20 cm. Here we can use the formula N2/V minus N1/U = N2 minus N1/R. ഇനി substitute the datas. അതിൽ വേറൊരു കാര്യം കൂടി ഓർക്കേണ്ടത്, ലൈറ്റ് പോകുന്നത് എയർ എന്നാണ് പോകുന്നത്. അപ്പോൾ we can write N1 = 1 and N2 = 1.5 തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അത് ഇത്രയും ഡാറ്റാസ് നമ്മൾ ആ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ലാസ്റ്റ് സോൾവ് ചെയ്താൽ V = 100 + 100 cm ആണ് വരിക. അപ്പോൾ +100 cm ആവുന്നതുകൊണ്ട് തന്നെ സിമ്പിൾ ശ്രദ്ധിക്കുക, പ്ലസ് ആണ്. ഇമേജ് ഫോം ചെയ്യുന്നത് ഇൻസിഡൻറ്റ് റേയുടെ അതേ ഡയറക്ഷനാണെന്ന് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. This figure shows the geometry of image formation by a double convex lens. That is, the refraction through a lens can be split up. അതായത് കോൺവെക്സ് ലെൻസ് ABCDയെ 2 സ്പെറിക്കൽ സർഫസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യുക. അതായത് ABC ആയിട്ടും ADC ആയിട്ടും സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത ഫോർമുലയില്ലേ
N2V മൈനസ് N1/U ഈക്വൽ ടു N2 മൈനസ് N1/R എന്നുള്ള ഫോമുല നമുക്ക് അപ്ലൈ ചെയ്യാം. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. Consider the refraction through the spherical surface ABC. നമ്മൾ സാധാരണ റേ ഡയഗ്രം വരയ്ക്കുന്നത് പോലെ ഒരു പ്രിൻസിപ്പൽ ആക്സിസ് വരയ്ക്കുക. പ്രിൻസിപ്പൽ ആക്സിസിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്യുക. ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒബ്ജക്റ്റ് പോയിൻ്റ് ഒബ്ജക്റ്റാണ്. അപ്പോൾ ഇൻസിഡൻറ്റ് റേ സ്പെറിക്കൽ സർഫസിൽ മീറ്റ് ചെയ്യുന്ന പോയിന്റിലൂടെ സർഫസിന് നോർമൽ വരയ്ക്കുന്നു. നോർമൽ N1 മാർക്ക് ചെയ്തിട്ടുണ്ട് ഡയഗ്രത്തിൽ, ശ്രദ്ധിക്കാം. അതുപോലെ നോർമലും ഇൻസിഡൻറ്റ് റേയും തമ്മിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ I1 മാർക്ക് ചെയ്തിട്ടുണ്ട്. നോർമൽ N1 മീറ്റ് ചെയ്യുന്ന പോയിന്റ് നേരത്തെ നമ്മൾ പഠിച്ചത് പ്രകാരം സെൻറ്റർ ഓഫ് കർവേച്ചർ C1 മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തതുപോലെ ആ റേക്ക് റിഫ്രാക്ഷൻ നടക്കും. റിഫ്രാക്ഷൻ നടന്നിട്ട് റേ ബെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇമേജ് അങ്ങനെ സ്പെറിക്കൽ സർഫസിലൂടെ റിഫ്രാക്ഷൻ നടന്നിട്ട് ഇമേജ് I1 ഈസ് ഫോംഡ്. ആൻഡ് ദിസ് ഇമേജ് I1 ആക്ട് ആസ് എ വെർച്വൽ ഒബ്ജക്റ്റ് ഫോർ ദി സെക്കൻഡ് സർഫസ് ADC. അടുത്ത ഡയഗ്രാം നോക്കാം. അതായത് സ്പ്ലിറ്റ് ചെയ്ത രണ്ടാമത്തെ ഡയഗ്രാം. Here we use the equation that we studied earlier, N2/V minus N1/U equal to N2 minus N1/R. Here V becomes V1 and R become R1. Therefore, the corresponding equation become N2/V1 minus N1/U equal to N2 minus N1/R1. Mark it as equation number 1. Now, consider the refraction at the spherical surface ADC. Refraction through the spherical surface ADC is slightly different from the refraction through the spherical surface ABC. ഇവിടെ ലൈറ്റ് റേ എൻ്റർ ചെയ്യുന്നത് N2 N1 അതുപോലെ വെർച്വൽ ഒബ്ജക്റ്റാണ് I1. ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് ലെൻസിൻ്റെ ഫൈനൽ ഇമേജ് ഫോം ചെയ്യുന്നത് Iലാണ്. അപ്പം റേ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിച്ച് വരയ്ക്കുക. മാർക്കിങ്സ് ഒക്കെ നോക്കുക. സാധാരണ ഡയഗ്രാം വരയ്ക്കുന്ന പോലെ തന്നെ, പക്ഷേ അതിൻ്റെ ഇമേജിൻ്റെയും ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ ഒന്ന് നോട്ട് ചെയ്യുക. നേരത്തെ വരയ്ക്കുന്ന പോലെ തന്നെ നോർമലൊക്കെ വരച്ചിട്ട് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് I2 നോക്കുക, ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ R2 ശ്രദ്ധിക്കുക. അതിനുശേഷം നേരത്തെ നമ്മൾ ചെയ്തതുപോലെ ഫോമുല അപ്ലൈ ചെയ്യുക. അതായത് N2/V minus N1/U is equal to N2 minus N1/R. ഇവിടെയും സ്പെറിക്കൽ സർഫസ് ADCക്കും അപ്ലൈ ചെയ്യാം. അങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് റിഫ്രാക്ഷൻ നടക്കുന്നത് N2 to N1 ആണ്. അതായത് ലൈറ്റ് റേ ട്രാവൽ ചെയ്യുന്നത് N2, മീഡിയം ഓഫ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഹാവിങ് N2 to N1 ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് N1 N2 നമ്മൾ ഇക്വേഷൻ ഡിറൈവ് ചെയ്തത്. അപ്പോൾ എന്താക്കണം, മാറ്റി എടുക്കണം. അതായത് N1 N2 ആക്കണം, N2 N1 ആക്കണം. അതേപോലെ മാറ്റുള്ളത് U V1 ആക്കി എടുക്കുക. അപ്പോൾ നമ്മളെ കറസ്പോണ്ടിങ് ഇക്വേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചാൽ N1/V മൈനസ് N2/V1 is equal to N1 minus N2/R2. Mark it as equation number 2. ഇനി ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചാൽ നമ്മൾ മാർക്ക് ചെയ്ത ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കൂടി ആഡ് ചെയ്യാം. ആഡ് ചെയ്ത് ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യണം. ഞാൻ ഒന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു, ഈ ഡെറിവേഷൻ വെറുതെ കേട്ട് നിങ്ങൾ പോകരുത്. ഒരുമിച്ച് ക്ലാസ് കേൾക്കുന്നതോടൊപ്പം തന്നെ എഴുതുകയും ചെയ്യണം. ഒരു പേപ്പറല്ല, നോട്ട്ബുക്ക് എടുത്ത് നിങ്ങൾ വെച്ചിരിക്കുന്ന ഫിസിക്സിന് വെച്ചിരിക്കുന്ന നോട്ട്ബുക്ക് എടുത്തിട്ട് അതിൽ ഇതുപോലെ ഡിറൈവ് ചെയ്തിടുക. അല്ലാതെ വെറുതെ കേട്ട് ക്ലാസ് കേട്ട് എന്നുള്ളൊരു സമാധാനത്തിലിരിക്കരുത്. ഡെറിവേഷനാണ്, ചോദിക്കുന്ന ഡെറിവേഷനാണ്. അപ്പോൾ കഴിയുന്നതും ഒപ്പം ചെയ്ത് പോവുക. ഇക്വേഷൻ 1+2 ചെയ്ത് നോക്കുക.
അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതാ ഈ സ്റ്റെപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് നോക്കുമ്പോൾ 2 ടേം ഒഴിവായിട്ടുണ്ട്. അതായത് n2/v1 -n2/v1 ക്യാൻസൽ ആയിട്ടുണ്ട്. ബാക്കിയുള്ള ടേം ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. n1/v -n1/u RHS എന്ന് എന്താ ചെയ്തതെന്ന് ചോദിച്ചാൽ n2 - n1 കോമൺ ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ബാക്കി അപ്പോൾ രണ്ടാമത്തെ ടേം അതായത് R2 ഉൾപ്പെടുന്ന ടേം അപ്പോൾ n2 - n1 പുറത്തെടുത്തത് കൊണ്ട് അവിടെ നെഗറ്റീവായിട്ട് വരും. ചെയ്ത് നോക്കണം എങ്ങനെ നെഗറ്റീവ് വരുന്നു എന്നൊക്കെ തന്നെ ഒന്ന് നോക്കി എഴുതി നോക്കുക. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ അതായത് ഇവിടെ ഞാൻ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇവിടെ n1 2 ടേമിലും കോമൺ ആണ്. അതിന് ഞാൻ RHSലേക്ക് എടുത്തിരിക്കുന്നു. അപ്പോൾ അത് ഡിവൈഡഡ് ആയിട്ട് വരും. അതായത് 1/v - 1/u n2 - n1/n1. പിന്നെ സ്ക്വയർ ബ്രാക്കറ്റിൻ്റെ അകത്ത് 1/r1 - 1/r2. ഇനി ചെയ്തിരിക്കുന്നത് RHSലെ ഈ ടേമിന് സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് n2 - n1/n1 സ്പ്ലിറ്റ് ചെയ്യുന്നു. അതായത് n2/n1 -n1/n1. അപ്പോൾ n2/n1 ഞാൻ സൈഡിൽ എഴുതിയിട്ടുണ്ട്. അതിനെയാണ് n21 എഴുതിയിരിക്കുന്നത്. n2/n1 n21 നമ്മൾ സ്നെൽസ് ലോ പറയുമ്പം ഇങ്ങനതുപോലെ ഞാൻ പറഞ്ഞു തന്നിരുന്നു എഴുതാൻ വേണ്ടിയിട്ട്. പിന്നെ -n1/n1 ഉള്ളത് -1 വരും. അപ്പോൾ അത്രയും ഇക്വേഷൻ എഴുതി നിർത്തുക. n21 അപ്പോൾ കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ 1/v - 1/u n21 - 1 1/r1 - 1/r2. ഇനി നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ കണ്ടീഷൻ കൊടുക്കുക. ദാറ്റ് ഈസ് when u tends to infinity, അതായത് ഒബ്ജക്റ്റ് ഇൻഫിനിറ്റിയിലാകുമ്പോൾ ഇമേജ് എവിടെ ഫോം ചെയ്യുള്ളൂ? ഫോക്കസിൽ. അപ്പോൾ therefore equation 3 becomes 1/f n21 - 1 1/r1 - 1/r2. ഇത് ഞാൻ ഇക്വേഷൻ 4 എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ഇക്വേഷനെയാണ് നമ്മൾ പറയുക ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ആൻഡ് ദിസ് ഫോർമുല ദാറ്റ് ഈസ് 1/f n21 - 1 1/r1 - 1/r2 എന്നുള്ള ഫോർമുല ഈസ് യൂസ്ഫുൾ ടു ഡിസൈൻ ദി ലെൻസസ് ഓഫ് ഡിസയേർഡ് ഫോക്കൽ ലെങ്ത് യൂസിങ് സർഫസസ് ഓഫ് സ്യൂട്ടബിൾ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇത് നമുക്ക് ഈ ഫോർമുല നമ്മൾ കോൺവെക്സ് ലെൻസിനാണ് ഡിറൈവ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കോൺകേവ് ലെൻസിനും വാലിഡ് ആണ്. കമ്പയർ ദി RHS of equation 3 and 4. We can see that both RHS are same. Therefore, we can equate the LHS. That is 1/v minus 1/u is equal to 1/f. And this relation is known as thin lens formula. ഇത് നിങ്ങൾ മുമ്പ് പഠിച്ചതായിരിക്കും. Remember, we have light ray rules for spherical mirrors, and we use these rules to draw a ray diagram and obtain the image. If you haven't watched my video on spherical mirrors, do check it out. Similarly, we have light ray rules for spherical lenses. In this video, we'll be looking at these rules and how to apply them for our ray diagrams. Let's start with the convex lens. The convex lens is a converging lens. For image formation, we need to draw the lens accurately. Let me show you a simple trick for that. Draw a line representing the principal axis. Mark the optical center O roughly in the center of the line. Using a ruler, mark 2 points to the right of O. F2 is, let's say, at 2 centimeters from O, and 2F2 is double the distance. It's at 4 centimeters from O. Similarly, on the left side, mark F1 and 2F1 using the same distance. O is the optical center of the lens, and F1 and F2 are the two principal foci of the lens. Now draw the convex lens.
You can roughly sketch the lens or use a compass to draw the two arcs of the convex lens. Make sure that the lens is thin. Don't draw a thick lens. Now let's take a look at the rules for image formation of a convex lens. Light is a very visual topic, so I would suggest you to keep pausing the video and draw the ray diagrams in your notebook. Then you'll get a much better feel of what is going on. There are 3 rules for the convex lens. Rule 1. A ray of light which is parallel to the principal axis after refraction passes through the focus on the other side of the lens. Rule 2. A ray of light passing through the optical center of the lens goes straight. It emerges without any deviation. Rule 3. A ray of light passing through the focus after refraction becomes parallel to the principal axis. Let's place the 3 rules that we have learnt for convex lens on our concept board. Can you see that rule 3 is exactly the opposite of rule 1? It's due to reversibility of light. Remember, when drawing a ray diagram, you need to draw 2 rays from a point on the object. So you need to choose 2 out of the 3 rules. You can choose any 2 rules that are convenient for your diagram. Usually the f1 and f2 are on the opposite side compared to a convex lens. So f1 and 2f1 are on the right side and f2 and 2f2 are on the left side. You might find different conventions in different textbooks. Now let's draw the concave lens. You can roughly sketch the lens or use a compass to draw the 2 arcs of the concave lens. Make sure the lens is thin. Don't draw a thick lens. Now let's take a look at the rules for image formation of a concave lens. Similar to the convex lens, there are 3 rules for a concave lens. Rule 1. A ray of light which is parallel to the principal axis after refraction appears to be coming from the focus. Rule 2. A ray of light going through the optical center of a concave lens goes straight through without being deviated. Rule 3. A ray of light going towards the focus after refraction becomes parallel to the principal axis. Let's place the 3 rules that we have learnt for concave lens on our concept board. Similar to the convex lens, can you see that rule 3 is exactly the opposite of rule 1? It's due to reversibility of light. To draw the ray diagram, you need to select 2 out of the 3 rules. എല്ലാവരും ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. എ magician during a show makes a glass lens with n equal to 1.47 disappear in a trough of liquid. What is the refractive index of the liquid? Could the liquid be water? ഈ ക്വസ്റ്റ്യൻ ഇപ്പം കഴിഞ്ഞ പബ്ലിക് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യനാണ്. 2 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. ഇതേപോലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കാം. ക്വസ്റ്റ്യൻ വായിച്ചതിന് ശേഷം സോൾവ് ചെയ്യാൻ നോക്കുക. ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ലെൻസ് ലിക്വിഡിലേക്ക് ഇറക്കി വെച്ചപ്പോൾ ലെൻസ് ഡിസപ്പിയർ ആയി എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ലെൻസ് ഡിസപ്പിയർ ആവണമെങ്കിൽ ലെൻസിൻ്റെയും ലിക്വിഡിൻ്റെയും റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഒന്നായിരിക്കണം. അത് ഓർക്കുക. അതുകൊണ്ട് തന്നെ നമുക്ക് എഴുതാം n2 = n1 എന്ന് എഴുതാം. ഓക്കെ, ഇനി നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് 1/f = n21 - 1 × 1/r1 - 1/r2. അതിൽ കണ്ടീഷൻ കൊടുക്കുമ്പോൾ 1/f = 0 കിട്ടും.
അപ്പോൾ 1/f 0 ആണെങ്കിൽ f ഇൻഫിനിറ്റി ആയിരിക്കും. അപ്പോൾ therefore we can say that the lens in the liquid will act like a plain sheet of glass. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ചോദിക്കുന്നുണ്ട്, could the liquid be water? അപ്പോൾ ലിക്വിഡ് വാട്ടർ ആവില്ല, കാരണം വാട്ടറിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.3 ആണ്. അപ്പോൾ therefore we can easily say that the liquid is not water, it could be glycerin. അടുത്ത ടോപ്പിക് പവർ ഓഫ് എ ലെൻസ്. പവർ ഓഫ് എ ലെൻസ് ഈസ് എ മെഷർ ഓഫ് ദ കൺവേർജൻസ് ഓർ ഡൈവേർജൻസ്. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ് പവർ ഓഫ് എ ലെൻസ്. ലെൻസ് ഓഫ് ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ബെൻസ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് മോർ. ചെറിയ ഫോക്കൽ ലെങ്ത്തുള്ള ലെൻസ് ഇൻസിഡൻറ്റ് ലൈറ്റിനെ കൂടുതൽ ബെൻഡ് ചെയ്യും. നമുക്കത് നോക്കണം ഡീറ്റെയിൽഡ് ആയിട്ട്. കോൺവെക്സ് ലെൻസ് ആണെങ്കിൽ അത് കൺവേർജ് ചെയ്യുക. ഇനി കോൺകേവ് ലെൻസ് ആണെങ്കിൽ അത് ഡൈവേർജ് ചെയ്യുക. നമുക്ക് 2 ഡയഗ്രാം നോക്കാം. ഞാൻ 2 കോൺവെക്സ് ലെൻസിൻ്റെ റേ ഡയഗ്രാം വരച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് ഒരു റേ പോയിട്ടുണ്ട്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലായിട്ട് പോകുന്ന റേ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അത് ഫോക്കസിലൂടെ പോകും. ഫോക്കസിലൂടെ പോയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ നീളം ഫോക്കൽ ലെങ്ത്ത് മാർക്ക് ചെയ്യാം. ഇനി റിഫ്രാക്ഷൻ, അതായത് റേ ബെൻഡ് ചെയ്തില്ലെങ്കിൽ റേ സ്ട്രെയിറ്റ് ആയിട്ട് പോയേനെ. ആ സ്ട്രെയിറ്റ് ലൈനും ബെൻഡ് ചെയ്ത റേയും തമ്മിൽ മേക്കുന്ന ആംഗിൾ ഞാനിവിടെ θ1 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ വേറൊരു കോൺവെക്സ് ലെൻസ് ഞാനിവിടെ വരച്ചിട്ടുണ്ട്. അത് അവിടെയും ഒരു ഇൻസിഡൻറ്റ് റേ ഉണ്ട്, അതും പ്രിൻസിപ്പൽ ആക്സിന് പാരലായിട്ട് പോയിട്ടുണ്ട്. ആ റേയും ബെൻഡ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ബെൻഡ് ചെയ്ത് പോയ റേ ഫോക്കസിലൂടെ പോവുള്ളൂ. അതുകൊണ്ട് തന്നെ F2 എന്ന് ഈ നീളം F2 മാർക്ക് ചെയ്യാം. ഇവിടെയും ഞാൻ θ2 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ 2 ഡയഗ്രാം കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ആദ്യത്തെ ലെൻസിൽ ബെൻഡിങ് കുറവാണ്, രണ്ടാമത്തെ കേസിൽ ബെൻഡിങ് കൂടുതലാണ്. ദാറ്റ് ഈസ് θ2 ഗ്രേറ്റർ ദാൻ θ1. θ2 ആണ്, θ1 കമ്പയർ ചെയ്യുമ്പോൾ കൂടുതൽ. അപ്പോൾ അതുപോലെ നോക്കൂ, ഈ ലെങ്ത് നോക്കൂ, F1 നോക്കാം, F2 നോക്കാം. ഇവിടെ F1 കൂടുതലാണ്, അതായത് ബെൻഡിങ് കുറവാണ്. ഇവിടെ F2 കുറവാണ്, അതായത് θ2 കൂടുതലാണ്. അപ്പോൾ ഇത് തമ്മിൽ നമുക്ക് റിലേഷൻ പറയാം. നേരത്തെ F1 ഗ്രേറ്റർ ദാൻ F2, അതായത് നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ലെൻസ് ഓഫ് ഷോർട്ടർ ഫോക്കൽ ലെങ്ത് ബെൻസ് ദ ഇൻസിഡൻറ്റ് ലൈറ്റ് മോർ എന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാനിപ്പോൾ പറഞ്ഞു തന്നത്, അതൊന്ന് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് പവർ തിയറട്ടിക്കലി ഡിഫൈൻ ചെയ്യണം. ഡയഗ്രാം നോക്കുക. ഡയഗ്രത്തിൽ നമുക്ക് ടാൻ ഡെൽറ്റ എഴുതാം. ടാൻ ഡെൽറ്റ ഈക്വൽ ടു y/f. അല്ലോ, അങ്ങനെയാണെങ്കിൽ 1/f ഇസ് ഈക്വൽ ടു ടാൻ ഡെൽറ്റ ബൈ y. ഓക്കെ, അത് നമ്മൾ y 1 മീറ്റർ ആയിട്ട് എടുക്കുന്നു, അസ്യൂം ചെയ്യാണ്. അങ്ങനെയാണെങ്കിൽ ടാൻ ഡെൽറ്റ ഈക്വൽ ടു 1/f. It is the power of a lens. So we can define power is tan delta per unit distance from the optic center, and hence it has the unit of meter inverse. Meter raised to -1 ആണ് പവറിൻ്റെ യൂണിറ്റ്, or diopter. One diopter is equal to 1 meter raised to -1. The relation between power and focal length is P equal to 1/f. ചെറിയ ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചതാണ്. പവർ ഈസ് പോസിറ്റീവ് ഫോർ കൺവേർജിങ് ലെൻസ് ആൻഡ് പവർ ഈസ് നെഗറ്റീവ് ഫോർ എ ഡൈവേർജിങ് ലെൻസ്. Therefore we can conclude lens having large focal length bends the light ray less and the lens has less power. Similarly, a lens of power plus 2.5 diopter means it is a convex lens of 40 centimeter focal length. അത് കോൺകേവും അതേപോലെ ഒന്ന് എടുത്തു നോക്കുക. അപ്പോൾ പവർ നെഗറ്റീവ് വരും, അത് മാത്രം ശ്രദ്ധിക്കുക.
ഡയഗ്രാം നോക്കുക, അത് കാണാൻ പറ്റും. 2 ലെൻസ് എയും ബിയും കോണ്ടാക്റ്റിൽ വെച്ചിട്ടുള്ളത്. ലെൻസ് എ ഈസ് ഹാവിങ് ഫോക്കൽ ലെങ്ത് f1 ആൻഡ് ലെൻസ് ബി ഈസ് ഹാവിങ് ഫോക്കൽ ലെങ്ത് f2. The first lens produces the image at I1 and this I1 serves as a virtual object for the second lens B and they producing the final image at I. നമ്മൾ ഇതേപോലെ നമ്മൾ ലെൻസ് മേക്കേഴ്സ് ഫോർമുല ഡിറൈവ് ചെയ്യാൻ വേണ്ടി കൺസിഡർ ചെയ്തിട്ടുണ്ട്. Since the lenses are thin, we can assume the optical centers of the lenses to be coincident. ഡയഗ്രാം നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, വളരെ അടുത്താണ് ലെൻസസ് വെച്ചിട്ടുള്ളത്. ഇനി നമ്മൾ എന്താ ചെയ്യാൻ ചോദിച്ചാൽ, നമ്മൾ തിൻ ലെൻസ് ഫോർമുല അപ്ലൈ ചെയ്യുക. 1/v മൈനസ് 1/u ഈക്വൽ ടു 1/f അപ്ലൈ ചെയ്യുക. അതായത് ഓരോ ലെൻസിനും സെപ്പറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. ഫോർ ദ ഫസ്റ്റ് ലെൻസ് എ ഡയഗ്രാം നോക്കിയാൽ മനസ്സിലാവും, അവിടെ ഇമേജ് ഡിസ്റ്റൻസ് അതായത് v1 ആണ്. അപ്പോൾ ഇക്വേഷൻ എന്താവും, 1/v1 മൈനസ് 1/u ഇസ് ഈക്വൽ ടു 1/f1. ഇക്വേഷൻ 1 മാർക്ക് ചെയ്തു. ഇനി സെക്കൻഡ് ലെൻസ് ബി കൺസിഡർ ചെയ്യുമ്പോൾ ആദ്യത്തെ ലെൻസിൻ്റെ എ എന്ന ലെൻസിൻ്റെ ഇമേജാണ് രണ്ടാമത്തെ ലെൻസിൻ്റെ ഒബ്ജക്റ്റ്. അപ്പോൾ അവിടെ എന്താവും, യുവിന് പകരം രണ്ടാമത്തെ കേസിൽ v1 ആയിരിക്കും എടുക്കുക. അപ്പോൾ ഇക്വേഷൻ ബിക്കംസ് 1/v മൈനസ് 1/v1 ഇസ് ഈക്വൽ ടു 1/f2. ഇക്വേഷൻ നമ്പർ 2 മാർക്ക് ചെയ്യുക. ഇനി നമ്മൾ സാധാരണ ഇക്വേഷൻ 1ഉം 2ഉം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഒരു ടേം ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ ഒരു ടേം ക്യാൻസൽ ചെയ്ത് വന്ന് ബാക്കിയുള്ളത് നിങ്ങൾ തന്നെ ചെയ്ത് നോക്കണം. ഞാൻ പറയുന്നത് വെറുതെ കേട്ടിരിക്കാതെ പേനയും പേപ്പറും എടുത്ത് ചെയ്ത് നോക്കുക. നോട്ട്ബുക്കിൽ സോൾവ് ചെയ്തിടുക. 1/v minus 1/u is equal to 1/f1 plus 1/f2. If the two lens system is regarded as equivalent to a single lens of focal length f, we can write 1/v minus 1/u is equal to 1/f. Therefore, LHS become 1/f is equal to 1/f1 plus 1/f2. അപ്പം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് 1/f എന്ന് പറഞ്ഞാൽ പവർ ആണെന്ന്. Therefore, P is equal to P1 plus P2 plus P3 etc. where P is the net power of the lens. ഇനി ഇവിടെ നമ്പർ ഓഫ് ലെൻസസ് ഉണ്ടെങ്കിൽ we can write P is equal to P1 plus P2 plus P3 plus etc. ഇനി അതിൻ്റെ ടോട്ടൽ മാഗ്നിഫിക്കേഷൻ ഇതുപോലെ കണ്ടുപിടിക്കാം. ടോട്ടൽ മാഗ്നിഫിക്കേഷൻ എം എന്ന് പറഞ്ഞാൽ ഓരോ ലെൻസിൻ്റെയും മാഗ്നിഫിക്കേഷൻ്റെ പ്രോഡക്റ്റാണ്. ദാറ്റ് ഈസ് എം ഇസ് ഈക്വൽ ടു m1 into m2 into m3 etc. Such a system of combination of lenses is used in designing lenses for cameras, microscopes, telescopes and other optical instruments. അതായത് ലെൻസ് ഇങ്ങനെ കോമ്പിനേഷനായിട്ട് പിന്നെ മൈക്രോസ്കോപ്പിൽ, അതുപോലെ ക്യാമറയിൽ, അതുപോലെ ടെലസ്കോപ്പിൽ ഒക്കെ കോമ്പിനേഷനായിട്ട് ലെൻസസ് യൂസ് ചെയ്യാറുണ്ട്. അത് നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ലാസ്റ്റ് പോർഷനിൽ പഠിക്കുന്നുണ്ട്. കോമ്പിനേഷൻ ഓഫ് ലെൻസസ് എങ്ങനെ ഈ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ യൂസ് ചെയ്യുന്നു എന്ന് പഠിക്കാനുണ്ട്.